ഹലോ, വെൽക്കം ബാക്ക് ടു മലപ്പുറം ടേസ്റ്റ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഫിഷ് മാംഗോ കറിയാണ്. അപ്പോൾ 600 ഗ്രാം കിങ് ഫിഷ് അല്ലെങ്കിൽ ഐക്കൂറ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും പിന്നാക്കി വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് എല്ലാ അളവും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചതിന് ശേഷം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് ഞാനൊരു മൺചട്ടിയിലാണ് കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടി ചൂടായ ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ഒരു ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. 2 ചെറിയ പീസ് ഇഞ്ചിയും ഒരു 6 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള ഒനിയന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തേക്കുന്നതാണ് ചേർത്തിട്ടുള്ളത്. ഇതോടൊപ്പം പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. എരിവിൻ്റെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. പിന്നെ അതൊരു മീഡിയം സൈസുള്ള തക്കാളി ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് ഒതുക്കി വെച്ചിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കുമ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് 2 മിനിറ്റ് ആയപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. ഈ ഏറ്റവും ലോ ഫ്ലെയിം ആക്കി വെച്ച ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റ് നേരം ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ചമാങ്ങയാണ് ചേർക്കേണ്ടത്. ഒരു മീഡിയം സൈസുള്ള പച്ചമാങ്ങ എടുത്തിട്ട് തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതോടൊപ്പം ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. 2 കപ്പ് തേങ്ങാപ്പാൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 600 ഗ്രാം കിങ് ഫിഷ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കിങ് ഫിഷ് മാത്രമല്ല, നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഫിഷിനത് ഈ ഒരു കറിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ചിട്ട് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇത് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മരത്തിൻ്റെ തവിയാണ് ഏറ്റവും നല്ലത് ഇത് ഇളക്കാൻ. അതാവുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകില്ല. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഒരു പിടി കറിവേപ്പില കൂടെ തൂവി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത ശേഷം നമുക്കിതിന് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ഫിഷ് മാംഗോ കറി റെഡി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും അതുപോലെ തന്നെ റൈസിൻ്റെ കൂടെയും ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.